ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ് നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്താനിരിക്കെയാണ് പോലീസിന്റെ നടപടി. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനമെടുത്തതും. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, എത്തരത്തിൽ ഒരു സുരക്ഷയ്ക്കുള്ള ആലോചനയിലാണ് പോലീസ്? എന്തോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തന്നെ താമസിക്കാനാണ് ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ ശക്തമാക്കാനുള്ള നടപടി സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലായി ഒരേ യാത്രയിൽ തന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന സംഭവം ഉണ്ടായി. ഇതിൽ കഴിഞ്ഞ ദിവസവും SFI പ്രവർത്തകർക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 6 പേർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. SFI നേതൃത്വം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് പോകാനോ ആ തരത്തിലുള്ള പ്രതിഷേധമോ ഉണ്ടാകില്ല, മറിച്ച് സമാധാനപരമായി തന്നെ ഈ കാവ്യവൽക്കരണം ആരോപിച്ചുള്ള സമര പരിപാടിയുമായാണ് SFI മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് ഗവർണറോടുള്ള പ്രതിഷേധം അറിയിക്കും. കരിങ്കൊടി സമരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. 3 ദിവസമാണ് കോഴിക്കോട് ക്യാമ്പസിൽ തന്നെ താമസിക്കാൻ, ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത്. 16, 17, 18 തീയതികളിലായി കോഴിക്കോട് വിവിധ പരിപാടികളുണ്ട്. ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ക്യാമ്പസിൽ തന്നെ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. അവിടെയെല്ലാം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഗവർണർ DGPയോട് ആദ്യ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം റിപ്പോർട്ട് തേടിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് റിപ്പോർട്ട് നൽകി. ഇതുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തമാക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നില്ല, അപ്രതീക്ഷിതമായിരുന്നു സംഭവം. മറഞ്ഞിരുന്നവർ പെട്ടെന്ന് വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. പോലീസ് ഇടപെടുകയും അവരെ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്രവും വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് സംഭവത്തെ കാണുന്നത്. കേന്ദ്ര ഇന്റലിജൻസും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ആഭ്യന്തര മന്ത്രാലയവുമായും രാജ്ഭവൻ ബന്ധപ്പെട്ടതായ വിവരങ്ങൾ പുറത്തു വന്നു. ഗവർണർക്ക് ഇപ്പോൾ കേന്ദ്ര സേനയുടെ സംരക്ഷണം നൽകുന്ന കാര്യം അങ്ങനെ ഇതുവരെ രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടില്ല. നേരത്തെ രാജ്ഭവനിൽ CRPFന്റെ സംരക്ഷണം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കേരള പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനെതിരെയും ചില വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അടിക്കുകയും അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഗവർണർ ആ തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ അതും പോലീസിന് വലിയ വെല്ലുവിളിയാണ്. കാരണം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്ന വലിയ ബാധ്യതയാണ് പോലീസിന്റെ ചുമലിലുള്ളത്. അദ്ദേഹം പുറത്തിറങ്ങി SFIക്കാരുമായി ഏതെങ്കിലും തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുകയും ഈ പ്രവർത്തകരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് കൂടിയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാമ്പസിൽ തന്നെ താമസിക്കാൻ, ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാനുള്ള ഗവർണറുടെ തീരുമാനം അതാണ് ശ്രദ്ധേയം. അത് SFI പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല ഗവർണറെ എന്ന്. ആ ഒരു സാഹചര്യത്തിലാണോ ഈ ഗസ്റ്റ് ഹൌസിൽ തന്നെ, ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഗവർണർ എത്തുന്നത്? SFI ഗവർണറുടെ വാഹനത്തിൽ അടിച്ചു എന്നുള്ള കാര്യം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. SFI ഒരു തരത്തിലും ആ നിലയിലേക്ക് സമരം കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ സമാധാനപരമായിരിക്കും. കരിങ്കൊടി കാണിക്കാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധമുണ്ട്, കാവ്യവൽക്കരണത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയാണ്. അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് SFI നേതൃത്വം പറയുന്നതും. പ്രത്യേകിച്ച് CPM നേതൃത്വം കൃത്യമായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകരുതെന്ന ഒരു നിലപാട് തന്നെയാണ് SFI നേതൃത്വത്തിന് നൽകിയിട്ടുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിലും ഗവർണർക്കെതിരെ അത് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയതാണ്, പ്രതിഷേധിക്കാനുള്ള അവകാശം എന്ന നിലയ്ക്കെത്തിയും. അതുകൊണ്ട് തന്നെ SFIയുടെ പ്രതിഷേധമുണ്ടാകും. അവിടെ ഗവർണറും വൈകാരികമായി പെരുമാറുമോ എന്നതാണ്. ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങുകയും അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടാനും ഒക്കെയും ശ്രമിക്കുമോ എന്ന കാര്യമാണ് മറ്റൊരു ചോദ്യമായി വരുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങരുത്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും അദ്ദേഹം അക്കാര്യങ്ങൾ പാലിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെയോ അദ്ദേഹത്തിന് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയും പോലീസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവർണർക്കുള്ള സുരക്ഷ കൂട്ടുന്നത്. നേരത്തെ DGPയോട് റിപ്പോർട്ട് നേടിയപ്പോൾ ഗവർണർ ആരാഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായോ, അല്ലെങ്കിൽ ഉണ്ടായെങ്കിൽ തന്നെ അത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇനി ഇത്തരം നടപടി ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും, ഈ കാര്യമാണ് ഗവർണർ പ്രധാനമായും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അനിഷ്ട സംഭവം ഉണ്ടാക്കാതെ നോക്കേണ്ടത് പോലീസിന് കൂടി വലിയ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ
സുരക്ഷ കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത്. 3 ദിവസമാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഗവർണർ ഉണ്ടാകുക. നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തെങ്കിലും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നു. എന്തോ ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയ. എന്നാലും പോലീസ് ഗവർണറുടെ സുരക്ഷ കൂട്ടാനുള്ള തീരുമാനത്തിലാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ഗവർണർ.